വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് 3 മുന്നണികളും തന്ത്രങ്ങൾ മെനയുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണുകൾ വിലയിരുത്തിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ നീക്കം. ബി.ജെ.പിയുടെ ക്രൈസ്തവ വോട്ട് റീച്ച് ശക്തമാകുന്നു. സിറോ മലബാർ സഭ ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തിയതും പ്രധാനമന്ത്രി സഭാ നേതാക്കളെ കാണാനിരിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാലാ മണ്ഡലങ്ങളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി ചലനമുണ്ടാക്കാമെന്നാണ് NDA പ്രതീക്ഷിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം സഭകളുമായുള്ള ആശയവിനിമയത്തിലുണ്ടായ കുറവ് നീക്കാൻ UDF ശ്രമിക്കുന്നു. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി പരിഗണിക്കുന്നതും സഭകളുമായി നിരന്തരം ബന്ധം നിലനിർത്താൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയതും വോട്ടുകൾ തിരിച്ചുപിടിക്കാനാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ LDF കരുത്താർജിച്ചു. JV കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചതും പട്ടയം, വന്യജീവി ആക്രമണം തുടങ്ങി 13ഓളം വിഷയങ്ങളിൽ ക്രൈസ്തവ താൽപര്യങ്ങൾ പരിഗണിച്ചതും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഇടതുമുന്നണി കരുതുന്നു. മാറുന്ന വോട്ടിംഗ് പാറ്റേണുകൾ ആർക്ക് ഗുണകരമാവും? കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി മാറ്റാൻ ഈ വോട്ടുകൾക്ക് സാധിക്കുമോ? കാത്തിരുന്നു കാണാം.